കൊട്ടിക്കലാശം അതിന്റെ കൊടുമുടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, തുടരാം. പാലക്കാട്ടെ ബി.ജെ.പിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കുറിച്ചാണ്. പ്രധാനമായും വികസനത്തെ കുറിച്ച് പറഞ്ഞാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിനെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതായത് ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി 3800 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിന് നൽകി, കേരളത്തിന് നൽകി എന്നുള്ളത് കൃത്യമായി തന്നെ അവർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ IIT പോലുള്ള ഫുഡ് പാർക്ക് പോലുള്ള, അതുപോലെ തന്നെ പാലക്കാടിന് ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ ആണെങ്കിലും വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാതയുടെ അതിനെ 6 വരിയായി ഉയർത്തുന്നതാണെങ്കിലും അത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാർ നൽകിയ ഓരോ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ പാലക്കാട് നഗരസഭ, ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ, അതിൽ തന്നെ ഈ ഒരു അമൃത് പദ്ധതിയിൽ, മോദി സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ സംസ്ഥാനത്ത് തന്നെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിച്ച ആദ്യ നഗരസഭയായി പാലക്കാട് നഗരസഭ മാറി എന്നുള്ളത് ഉൾപ്പെടെ നഗരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ നടപ്പാക്കി എന്നുള്ളതാണ്. അമൃത് പാർക്കുകളും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ആളുകൾക്ക് വീട് നൽകിയതാണെങ്കിലും അങ്ങനെ ബി.ജെ.പിയുടെ ഭരണത്തിൽ നഗരസഭയിൽ ഉണ്ടായ വികസനവും, അതുപോലെ തന്നെ പാലക്കാട് ബി.ജെ.പിക്ക് MLA ഇല്ല, മാത്രമല്ല MP ഇല്ല. എന്നിട്ട് പോലും പാലക്കാടിന്റെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയ ആ സംഭാവനകൾ ഇതെല്ലാം ഉയർത്തിക്കാട്ടിയാണ് ബി.ജെ.പി പ്രധാനമായും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇനി ബി.ജെ.പി ജയിക്കുകയാണെങ്കിൽ പാലക്കാട്ടേക്ക് വന്ദേ ഭാരത് ഉൾപ്പെടെ ലഭിക്കും എന്നുള്ളതാണ് വാഗ്ദാനമായിട്ട് അവർ നൽകുന്നത്. മാത്രമല്ല പാലക്കാടിലെ എയിംസ് ഉൾപ്പെടെ ലഭിക്കും എന്നുള്ളതും ബി.ജെ.പി കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ വികസനം എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. മെട്രോമാൻ E. ശ്രീധരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ച പാലക്കാടിന്റെ നഗരത്തിന്റെ വികസനം സംബന്ധിച്ച് അവതരിപ്പിച്ച മാസ്റ്റർ പ്ലാൻ അതിനെ വീണ്ടും പുതുക്കിക്കൊണ്ട് വീണ്ടും അവതരിപ്പിക്കുകയും ബി.ജെ.പി ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഒരു വശത്ത് ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെയും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയുടെയും എല്ലാം ഉൾപ്പെടെ വികസനം ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജനതയ്ക്ക് എല്ലാ കാലത്തും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകി വോട്ട് വാങ്ങി വിജയിച്ചു. പക്ഷെ പാതി വഴിക്ക് ആ ജനതയെ വിട്ട് പോയി എന്നുള്ളതാണ് ബി.ജെ.പി പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. മാത്രമല്ല ഷാഫിയുടെ പദ്ധതികൾ എല്ലാം പാതി വഴിയിലാണെന്നത് കൃത്യമായി ജനങ്ങളെ ബോധിപ്പിക്കുകയായിരുന്നു ബി.ജെ.പി ചെയ്തത്. അതായത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് പറയുകയുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള അഭിമാന പദ്ധതിയാണ് പറയുമ്പോഴും അവിടെ ഒരു ശൗചാലയം പോലും ഇല്ല എന്നുള്ളത്, സ്ത്രീകൾക്കായുള്ള വിശ്രമമുറി പോലും ഇല്ല എന്നുള്ളത്, അത്തരത്തിൽ അതിന്റെ നിർമ്മാണത്തിൽ തന്നെ വലിയ അപാകത എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സൗത്ത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സ്കൂൾ എന്ന പറഞ്ഞുകൊണ്ടായിരുന്നു മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷന് വേണ്ടി ഷാഫി ഒരു പദ്ധതി നടപ്പാക്കിയത്. പക്ഷെ ആ പദ്ധതിയും പാതി വഴിക്കിട്ടു. ഇപ്പോഴും ആ സ്കൂളിലെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ വിദ്യാർത്ഥികൾ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രചാരണ വിഷയമായി ബി.ജെ.പി ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. വേറൊന്ന് പാലക്കാട് ടൗൺ ഹാൾ 3.5 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ പൊളിച്ചിട്ടതാണ്. പക്ഷെ ഇന്നേ വരയ്ക്കും അതിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഫണ്ട് മുഴുവനായിട്ടും MLA നൽകിയില്ല. അത്തരത്തിൽ പാലക്കാടിന്റെ വികസന പദ്ധതികളിൽ പലതും പാതി വഴിക്ക് ഇട്ടിട്ട് പോയ ഷാഫി പറമ്പിൽ പാലക്കാട് ജനതയെ തന്നെ പാതി വഴിക്കിട്ട് ഈ വടകരയിലേക്ക് പോയി വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാടിനെ എത്തിച്ച് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് ബി.ജെ.പി പ്രധാനമായിട്ടും ആരോപണമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. ബി.ജെ.പി ഒരിടത്ത് വികസനം കൊണ്ടുവന്ന് പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ MLA യാതൊരു കാര്യക്ഷമമായ പ്രവർത്തനവും നടത്തിയില്ല. അതിന് ശേഷമാണെങ്കിൽ അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ തന്റെ പിൻഗാമി എന്നുള്ള തരത്തിൽ പത്തനംതിട്ടക്കാരനായ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി വികസനം പറഞ്ഞുകൊണ്ട് ബി.ജെ.പി വോട്ട് നേടുമ്പോഴും മറുവശത്ത് UDF ക്യാമ്പുകളിലൊക്കെ
വലിയ പ്രശ്നങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഉടലെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ എതിർപ്പ് ഉയരുകയുണ്ടായി. രാഹുൽ എന്ന സ്ഥാനാർത്ഥി വേണ്ട, രാഹുലിന്റെ പകരം കെ മുരളീധരനെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDFന്റെ ജില്ലാ DCC അധ്യക്ഷനും അതുപോലെ തന്നെ ദില്ലിയിലെ MP ആയ VK ശ്രീകണ്ഠനും ഉൾപ്പെടെയുള്ളവർ KPCCക്ക് കത്ത് നൽകുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ KPCCക്ക് നൽകിയ കത്തിനെ ഉൾപ്പെടെ മറികടന്നുകൊണ്ടായിരുന്നു ഷാഫി പറമ്പിലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ UDF സ്ഥാനാർത്ഥിയാക്കിയത്. UDF രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടെ തന്നെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറികൾ വലിയ രീതിയിൽ ഉയരുകയായിരുന്നു. തുടർന്ന് സരിൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഇടതുപാളയത്തിലേക്ക് പോയി. AK ഷാനിബ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയുണ്ടായി. ഒപ്പം തന്നെ നിരവധി പ്രാദേശിക നേതാക്കളും മറ്റുമൊക്കെ UDF വിട്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. നിരന്തരം UDFിനെ നേതാക്കളൊക്കെ വിട്ടുപോവുകയും ഷാഫി പറമ്പിന്റെയും വി ഡി സതീശന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ഏകാധിപത്യമാണ് പാർട്ടിയിൽ എന്നുള്ള വലിയ ആക്ഷേപം ഉയരുകയും ചെയ്തു. അത്തരത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ UDFിൽ തന്നെ പടയൊരുക്കം ആരംഭിച്ചു. അതിനിടയ്ക്ക് ഈ പത്തനംതിട്ടയിലെ CPMന്റെ പേജിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം G20 ഉച്ചകോടിക്ക് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിനായി ആരാഞ്ഞുവെങ്കിലും അദ്ദേഹം മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ വീണ്ടും പാലക്കാടിന്റെ ആവേശത്തിലേക്ക് പോവുകയാണ്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം മുതൽ UDFനും LDFനും പലപ്പോഴും ഉണ്ടായിരുന്നത് ആശയക്കുഴപ്പം അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രകടമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസുകാരടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പാലക്കാടുകാരനല്ലാത്ത സ്ഥാനാർത്ഥി എന്തിന് ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത്. സരിന്റെ കാര്യത്തിൽ CPMനുള്ളിലും LDFനുള്ളിലും വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായമാണ് ഉയർന്നു വന്നത്. കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കേപ്പബിലിറ്റി പോലും LDFനില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. പക്ഷേ അപ്പോഴും ഇവർക്ക് LDFനും UDFനും ഒക്കെ പരസ്പരം പറയാനുണ്ടായിരുന്നത് തമ്മിൽ പോരും രാഷ്ട്രീയ കലാപവും ഒക്കെ മാത്രമായിരുന്നു. അപ്പോഴാണ് NDAയും BJP സ്ഥാനാർത്ഥിയുമായ C കൃഷ്ണകുമാർ അവിടെ വേറിട്ട് നിന്നത്. വികസനം മാത്രമായിരുന്നു BJP എടുത്തു കാട്ടിയത്. ഏതൊക്കെ രീതിയിലുള്ള വികസനം ഇനിയും പാലക്കാടിന് നൽകേണ്ടതുണ്ട് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം ഓരോ പാലക്കാട്ടുകാരെയും കണ്ടത്. അത് പാലക്കാടൻ ജനത അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സാ സ്വീകരിക്കുന്ന കാഴ്ചയുമാണ് കണ്ടത്. പാലക്കാടിന്റെ വികസനത്തിന് തങ്ങളുടെ നാട്ടുകാരനായ കൃഷ്ണകുമാർ തന്നെ വരണം എന്നാണ് ഓരോരുത്തരും, നാട്ടിൽ നിന്നുള്ള ഓരോരുത്തരും അവരുടെ അഭിപ്രായം എന്നോണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് C കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളവും BJP ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളവും നൽകുന്നത്. അതുകൊണ്ടാണ് 10,000-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ C കൃഷ്ണകുമാർ വിജയിക്കുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ ജനസംഘത്തിന്റെ ആദ്യ കൗൺസിലർ ഉണ്ടാവുന്നത് പാലക്കാട് നഗരത്തിൽ നിന്നാണ്. പാലക്കാട് നഗരത്തിലെ മൂത്താറയിൽ നിന്നാണ് ജനസംഘത്തിന്റെ ഒരു കൗൺസിലർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു നഗരസഭാ ഭരണം ലഭിക്കുന്നതും പാലക്കാടാണ്. ആ നഗരസഭാ ഭരണം അവർ മികച്ച പ്രവർത്തനത്തിലൂടെ വീണ്ടും തുടരുകയും ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ BJPക്ക് എല്ലാ കാലത്തും ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ണാണ് പാലക്കാട്ടെ മണ്ണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത് BJP അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെയാണ്. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം RSS ശാഖയിലൂടെ അദ്ദേഹം സംഘടനാ പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് വിക്ടോറിയ കോളേജിൽ ABVP പ്രവർത്തനം നടത്തുകയും അതിനുശേഷം യുവമോർച്ചയിലേക്ക് എത്തുകയും യുവമോർച്ചയിലൂടെ BJPയിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് പാലക്കാട് നഗരസഭയിലെ കൗൺസിലറായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി.
പാലക്കാട് നഗരസഭയിൽ കൗൺസിലറായി സി കൃഷ്ണകുമാർ പ്രവർത്തിച്ച വേളയിൽ ഈ LDFന്റെ വാർഡുകളിലും അതുപോലെ തന്നെ UDFന്റെ വാർഡുകളിലും എല്ലാം മത്സരിച്ച് ആ വാർഡുകളൊക്കെ പിന്നീട് BJPയുടെ കുത്തക വാർഡുകളാക്കി മാറ്റി എന്നുള്ളൊരു ട്രാക്ക് റെക്കോർഡാണ് കൃഷ്ണകുമാറിന് ഉള്ളത്. അതിനുശേഷം അദ്ദേഹം നഗരസഭയിലെ കൗൺസിലറായി തുടരുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി BJP നഗരസഭയുടെ ഭരണത്തിലേക്ക് എത്തുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു നഗരസഭയിൽ BJP അധികാരത്തിലെത്തുന്നത് കൃത്യമായി കുത്താൻ പിടിച്ച ഒരു വ്യക്തിയാണ് സി കൃഷ്ണകുമാർ എന്നുള്ളതാണ്. അതിനുശേഷമാണെങ്കിൽ അദ്ദേഹം മലമ്പുഴയിൽ മത്സരിക്കുകയുണ്ടായി. മലമ്പുഴയിൽ മത്സരിച്ച വേളയിൽ VS അച്യുതാനന്ദനെ തന്നെ വിറപ്പിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു VS അച്യുതാനന്ദനെ വിറപ്പിച്ചുകൊണ്ട് 2014 മലമ്പുഴ മണ്ഡലത്തിൽ BJP രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ സി കൃഷ്ണകുമാറിന്റെ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹം മത്സരിച്ച ഇടങ്ങളിലൊക്കെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പോലും എടുത്തു നോക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ വിജയിച്ച UDF സ്ഥാനാർത്ഥിയുടെയും വോട്ട് ശതമാനം ഗണ്യമായി കുറയുകയാണ് ചെയ്തത്. പക്ഷെ NDA സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് 2019 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024 വോട്ട് ശതമാനം വലിയ രീതിയിൽ കൂടുകയും വോട്ട് എണ്ണം കൂടുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിച്ച ഇടങ്ങളിലൊക്കെ വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, കൃഷ്ണകുമാർ എന്നുള്ള വ്യക്തി ഈ പാലക്കാട് നഗരത്തിൽ അമൃത് പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കി BJPക്ക് ഇത്തരത്തിൽ പാലക്കാട് നഗരസഭ എന്നുള്ളത് BJPയുടെ ഒരു കുത്തക ആക്കി മാറ്റി എന്നുള്ളത് കൃഷ്ണകുമാറിന്റെ ഉൾപ്പെടെ നേതൃപാടവമാണ്. ഭരണത്തിൽ അദ്ദേഹം വൈസ് ചെയർമാനായിരുന്ന കാലയളവിൽ നടത്തിയിരുന്ന ആ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് BJPക്ക് ഈ പാലക്കാട് നഗരസഭയിലെ തുടർഭരണം ഉൾപ്പെടെ നൽകിയത് എന്നുള്ളതാണ്. ഈ അമൃത് പദ്ധതിയിലാണെങ്കിൽ കോടികളുടെ വികസനമാണ് പാലക്കാട് നടത്തിയിട്ടുള്ളത്. പാലക്കാട് നഗരത്തിൽ ഇന്ന് ഒരിടത്തും കുടിവെള്ള പ്രശ്നം നേരിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. മലമ്പുഴ ഡാമിൽ നിന്നുമാണ് പാലക്കാട് നഗരത്തിലേക്ക് കുടിവെള്ളം എത്തുന്നത്. അങ്ങനെ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തുമ്പോൾ ആ കുടിവെള്ളത്തിന്റെ പൈപ്പ് സ്വതന്ത്രം ലഭിക്കുന്നതിന് ആ ഒരു കാലയളവിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചിട്ടുള്ള ആ പൈപ്പ് ലൈനായിരുന്നു. ആ പൈപ്പ് ലൈനെ മുഴുവൻ മാറ്റിക്കൊണ്ട് നഗരത്തിലേക്ക് പുതിയ പൈപ്പ് കണക്ഷൻ ഇടുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല നിരവധി ഇടങ്ങളിൽ പുതിയ ടാങ്കുകളും മറ്റും സ്ഥാപിച്ച് നഗരത്തിന്റെ കുടിവെള്ള ക്ഷാമം പൂർണ്ണമായും പരിഹരിച്ചു എന്നുള്ളതാണ് അമൃത് പദ്ധതിയിൽ BJP പാലക്കാട് നഗരസഭയിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പാലക്കാട് 2018 മറ്റും നടന്ന ആ പ്രളയ സമയത്ത് പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി അഴുക്കാലുകളൊക്കെ നവീകരിക്കുന്ന ഒരു പ്രവർത്തനം അമൃത് പദ്ധതിയുണ്ടായി. വലിയ തോടുകളും മറ്റുമൊക്കെ അതിനെ ശുചീകരിച്ചുകൊണ്ട് അതിനെ ആഴം കൂട്ടിക്കൊണ്ട് നഗരം ഒരിക്കലും മഴ പെയ്തു കഴിഞ്ഞാൽ മുങ്ങാത്ത തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടത്തി എന്നുള്ളതാണ്. കൂടാതെ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിക്ടോറിയ കോളേജ് മുതൽ കൊട്ട മൈതാനം വരെയുള്ള ഭാഗങ്ങളിലൊക്കെ റോഡിന്റെ ഇരുവശവും നടപ്പാതകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്കൂളുകൾക്ക് ഇടയിൽ മേൽപ്പാലങ്ങൾ വിക്ടോറിയ കോളേജിന്റെ ഭാഗത്തും അതുപോലെ തന്നെ മോഡൽ സ്കൂളിന്റെ ഭാഗത്തും ഒക്കെ മേൽപ്പാലങ്ങൾ വിദ്യാർത്ഥികൾക്ക് റോഡ് കടക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചത്. അതുപോലെ എസ്കലേറ്റർ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് ഒരു പൊതു സ്ഥലത്ത് ഒരു എസ്കലേറ്റർ റെയിൽവേ ക്രോസ് ഇടമുറിച്ച് കിടക്കുന്നതിന് വേണ്ടി എസ്കലേറ്റർ സ്ഥാപിച്ചത് ഉൾപ്പെടെ വലിയ വികസന പ്രവർത്തനങ്ങൾ BJP ഭരിക്കുന്ന നഗരസഭ നടത്തിയിട്ടുണ്ട്. അതെല്ലാം നടന്നത് ഈ സി കൃഷ്ണകുമാർ വൈസ് ചെയർമാനായിരുന്ന കാലയളവിലാണ് എന്നുള്ളതാണ്. അതുതന്നെ അദ്ദേഹത്തെ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടപ്പാക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അത്രയേറെ അദ്ദേഹത്തിന്റെ കേന്ദ്ര ഫണ്ടുകളും മറ്റും ഒക്കെ നേടിയെടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള നേതൃപാടവമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ വിജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതെ, അരുൺ ദയവായി തുടരുക. അരുണിലേക്ക് തിരികെ എത്താം. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് പാലക്കാട്. പരസ്യ പ്രചരണം ഇന്ന് വൈകിട്ട് 6-ന് അവസാനിക്കും. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്.